ആ ജട്ടി കാണിക്കുന്ന സീക്വൻസൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. നമ്മൾ ആ ഷൂട്ട് ചെയ്ത് ആ സെറ്റിനകത്ത് ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക് അപ്പോൾ ഇതിനു വേണ്ടി ഒന്നിലധികം ജട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു. കാരണം ഈ കോസ്റ്റ്യൂമർക്ക് അറിയില്ല ഇതിൻ്റെ മൊത്തം കഥ എന്താണെന്നുള്ളത്. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഉടുപ്പിക്കാമോ? ദാമോദരൻ മാഷ് ഞാൻ തിരിച്ച് വിളിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു, എവിടെ കൂട്ടി, നിങ്ങളെ കാണാനില്ലല്ലോ, എന്താണ്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു സിനിമ ചെയ്താലോ നമുക്ക്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്കത് വലിയൊരു കൗതുകം തോന്നിയൊരു സംഭവമാണ്. കാരണം ഈ ജട്ടിയുടെ സൈസ് മാറിപ്പോവുക, അങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്നത്, ഈ ജട്ടി എപ്പിസോഡെന്ന് പറയുന്നത് ഒരു സംഭവം നടന്നതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിനു വേണ്ടി ദാമോദരൻ മാഷ് മറ്റുള്ളത് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണെന്നാണ് ഞാൻ ആദ്യം ധരിച്ചത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഒറിജിനൽ അതിലുണ്ടായിരുന്ന അയാൾ ഇട്ടുവന്ന ജട്ടി ബ്ലൂ കളറാണെന്ന്. അപ്പോൾ മാഷ അത്രത്തോളം ആ കേസിലൊക്കെ ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടാണ് അത് എഴുതിയിരുന്നു എന്നുള്ളതാണ്. 1991 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. സത്യത്തിൽ അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ സിനിമ കണ്ടു, ഇത് പണ്ട് ഇത് സാർ ചെയ്തതാണെന്ന് അറിയുന്നതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ അതിൽ GSP എന്നുള്ള പേരുള്ളതുകൊണ്ടാണ് അറിയുന്നത്. ഇതല്ല ആ ഡ്രോയർ, ഇതല്ല. യെസ്, ദിസ് ഈസ് ദി വൺ വിച്ച് യു പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട്. 20 സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ്. പറയണം, 15 വയസ്സുകാരന് പോലും പാഴമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ ഈ കോടതിയിലൊക്കെ നിറച്ച ആൾക്കാരിരിക്കുന്നുണ്ട്. കൂട്ടിൽ ശ്രീനിവാസനുണ്ട്, ബെഞ്ചിലിരിക്കുന്ന കൂട്ടത്തിൽ സുരേഷ് ഗോപിയുണ്ട്, പിന്നെ അതിൽ വക്കീലായിട്ട് അഭിനയിച്ച നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ കമ്മീഷണർ EM നജീബാണ്. ഈ സിനിമയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ടെലിവിഷനിലൊക്കെ പ്രചരിക്കുന്ന ഒരു ക്ലിപ്പുണ്ടല്ലോ, ആ വക്കീൽ ഒരു ജട്ടി എടുത്ത് കാണിക്കുന്നത്, അത് ഇതിനകത്ത് വന്നത് കാരണം ഈ സിനിമ എന്ന് പറഞ്ഞത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി ആക്ഷൻ കൊമേഴ്സ്യൽ സിനിമയായിട്ട് തന്നെയാണ് അത് നമ്മൾ അന്ന് മനസ്സിൽ കണ്ടത്. കാരണം ഓടണം എന്ന് പറഞ്ഞാണല്ലോ എല്ലാവരും സിനിമ എടുക്കുക. അപ്പോൾ അതിനകത്ത് അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഒറിജിനൽ ത്രെഡിൽ നിന്നും ഒരുപാട് മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇങ്ങനൊരാൾ അവിടുന്ന് വരുന്നതും പിന്നെ അത് ശ്രീനിവാസൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ വേണ്ടി ഉള്ള ഒരു തിരക്കഥയായിരുന്നു അത്. അതിൽ ഇങ്ങനൊരു പോർഷൻ വന്ന് പെട്ടതാണ്. അല്ലാതെ മെയിൻ കഥയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ബന്ധം അതിനകത്ത് വരില്ല. കാരണം ഒരു സിനിമയിൽ ഒരു 10-15 ഇൻസിഡൻ്റ് ഉണ്ടാവും. അതിലുള്ള ഒരു ഇൻസിഡൻറ്റ് ആണ് ഈ ജട്ടി മാറിപ്പോകുന്നൊരു സംഭവം. ഇത് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ ഈ ഡ്രസ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് വേണ്ട സാധനങ്ങൾ അല്ല പ്രോപ്പർട്ടീസ് ആയാലും ആർക്ക് എന്ത് ഡ്രസ്സ് കൊടുക്കണം, എന്ത് കളറിലുള്ളത് വേണം, ഏത് ഡിസൈൻ വേണം, ഇതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തലേ ദിവസം പറഞ്ഞിരുന്നു നാളെ ഇങ്ങനൊരു സംഭവം വേണം. ഒരു ഗാബൻ എന്ന് പറഞ്ഞ ആക്ടറാണ് അതിൽ അഭിനയിച്ചിരുന്നത്. അദ്ദേഹമാണ് ഇത് ഈ ജട്ടിയായിട്ടുള്ള കഥാപാത്രം അദ്ദേഹമാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇടാൻ പാകത്തിൽ അല്ലാത്തൊരു ജട്ടി ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എനിക്ക് തോന്നുന്നു ഒന്നിലധികം ജട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു. കാരണം ഈ കോസ്റ്റ്യൂമർക്ക് അറിയില്ല ഇതിൻ്റെ മൊത്തം കഥ എന്താണെന്നുള്ളത്. അപ്പോൾ അയാൾ കുറച്ച് ചെറിയൊരു ജട്ടി ഉണ്ടാക്കി. പക്ഷേ ആ ജട്ടി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ ഇപ്പോൾ 32 സൈസ് ഇടുന്ന ഒരാളിന് 30 വേണമെങ്കിൽ വലിച്ചു കയറ്റി ഇടാമെന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ ഇടാവുന്നൊരു ജട്ടിയാണ്. അങ്ങനെ 1-2 ജട്ടികൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബ്ലൂ കൊച്ചു പിള്ളേർക്കിടാൻ പാകത്തിനുള്ള ഒരു ജട്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ ജട്ടി ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും സംഭവം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഡയറക്ടർക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അറിയാൻ പറ്റും ഇത് എന്തുമാത്രം അത് തിയേറ്ററിൽ വരുമ്പോൾ ജനങ്ങൾക്കത് അക്സെപ്റ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ചിരി ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ചിരി ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ അവിടെ ചെറിയൊരു അനുമാനം നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
1991 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. 50 ദിവസം സിനിമ ഓടിയെങ്കിലും അന്ന് കിട്ടിയതിനേക്കാൾ എത്രയോ പോപ്പുലാരിറ്റിയാണ് ആ സിനിമ ഇന്ന് ആ സിനിമയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. സിനിമയിൽ വന്ന ഒരു ഇൻസിഡൻറ്റ്, അതായത് ഈ ഡ്രോയർ അല്ലെങ്കിൽ ജട്ടി മാറിപ്പോയി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, അന്നത് ഷൂട്ട് ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ സിനിമ റിലീസ് ചെയ്തു, ആനവാലും മോതിരം. പക്ഷേ അന്നത്തെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആരും അറിയുന്നില്ല, പത്രങ്ങളിൽ കൂടെയുള്ള അറിവ് മാത്രം. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ള സംഭവമുണ്ട്. നേരെ മറിച്ച് ഇന്നാണെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു, ഒരു 2 മാസത്തിനകത്താണ് ആ സിനിമ ഇറങ്ങുന്നതെങ്കിൽ അതിന് കിട്ടുന്നൊരു പോപ്പുലാരിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. അന്നത് വളരെ കുറവായിരുന്നു. അത് കുറേശ്ശെയാണ് കിട്ടിയെന്നുള്ളതാണ്. ഈ സ്ക്രിപ്റ്റ് എഴുത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് അനുസരിച്ചാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അന്ന് ഉള്ളതിനേക്കാൾ കൗതുകമായിരുന്നു ഇന്ന് ആലോചിക്കുമ്പോൾ. കാരണം ഇന്നാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രചാരം സൃഷ്ടിച്ചിരിക്കുന്നത്. സത്യത്തിൽ ആ സിനിമ സംവിധാനം ചെയ്തത് ഞാനാണെന്ന് പോലും പലർക്കും സംശയമുണ്ട് ഇപ്പോഴും. കാരണം പലർക്കും അറിയില്ല. കാരണം 30-35 വർഷമായ ഒരു സിനിമയാണ്. ഞാനീ പറഞ്ഞ പോലെ എന്തുകൊണ്ട് GS വിജയൻ എന്നുള്ളത് എനിക്കും തോന്നി. അതെന്തുകൊണ്ടാണ്? അതിന് ഞാൻ കണ്ട ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, എൻ്റെ ആ കഴിഞ്ഞ സിനിമ, ഇത് പലർക്കും വിശ്വസിക്കാം അവിശ്വസിക്കാം, എൻ്റെ കഴിഞ്ഞ സിനിമ നിന്നുപോയി, ഘോഷയാത്ര സിനിമ. അതിലെനിക്ക് ഒരുപാട് സാമ്പത്തികമായ ഒത്തിരി കമ്മിറ്റ്മെൻറ്റുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തു പ്രൊഡ്യൂസർക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തമിഴ് പടം തന്നെ മുടങ്ങിയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അത്. ആക്ച്വലി RB ചൗധരിയുടെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ആയതാണ്. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ അന്ന് പറയാനായിട്ട് നമ്മൾ ഒന്നുകിൽ അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ അടുത്ത സുഹൃത്തുക്കളോടോ പറയാം. അപ്പോൾ അതിലുപരി നമ്മൾ പറയും, ഞാനതിന് കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഈശ്വരനോട് പറയുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന സമയങ്ങളായിരുന്നു അത്. അങ്ങനെ വന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലിരിക്കുമ്പോഴാണ് ദാമോദരൻ മാഷ് എന്നെ വിളിക്കുന്നത്. അപ്പോഴും ഞാൻ ഈ മാഷ് എന്നെ വിളിച്ചു, സംസാരിച്ചതിന് ശേഷം ഞാൻ ആലോചിച്ചു, എന്തിനാണ് മാഷ് എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരവൊന്നുമില്ല. എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചത്? എന്നെക്കാളും നല്ല മിടുക്കന്മാരായ പുതിയ ആൾക്കാർ ഒത്തിരി ഉണ്ട് അവിടെ. ഞാനന്ന് ഒരു 1.5 പടം ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. എന്തോ അത് ഓരോന്നിലും അത് എൻ്റെ പേരിൽ വരണം എന്ന് എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം മാഷ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ഞാൻ ഈ ആനവാലും മോതിരത്തിന് മുമ്പ് എടുത്ത സിനിമ എന്ന് പറയുന്നത് ഘോഷയാത്ര എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ആനവാലും മോതിരവും ഘോഷയാത്രയും അടുത്തടുത്ത് റിലീസായ പടങ്ങളുമാണ്. ഘോഷയാത്ര എന്ന് പറഞ്ഞ സിനിമ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ട് പടം നിന്നുപോയി. ആ സമയത്ത് ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന സമയത്ത് എന്നെ 1-2 പ്രാവശ്യം ഒരു കോള് വന്നു. അത് ഞാൻ അറിയുന്നത് ദാമോദരൻ മാഷ എന്നെ വിളിക്കുന്നത് കോഴിക്കോട് നിന്ന്. ദാമോദരൻ മാഷ് ഞാൻ തിരിച്ച് വിളിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു, എവിടെ കൂട്ടി, നിങ്ങളെ കാണാനില്ലല്ലോ, എന്താണ് വിളിച്ചിട്ട് കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞ മാഷ് അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു സിനിമ ചെയ്താലോ നമുക്ക്? ഞാൻ പറഞ്ഞു, ചെയ്യാം മാഷേ. ഞാൻ നിങ്ങളുടെ പേര് കൊച്ചുമോനോട് പറഞ്ഞിരുന്നു. കൊച്ചുമോൻ ആരെന്നറിയാവോ? സെഞ്ചുറി കൊച്ചുമോൻ. ഞാൻ പറഞ്ഞു, അറിയാം. ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറ്റില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ അതാ മാഷേ, നിങ്ങളുടെ ഒരു പടം വഴി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. കാരണം ഒരു പടം വഴി കിടക്കുന്നത് ആ പ്രൊഡ്യൂസറെ ഈ കാശില്ലാത്തതുകൊണ്ടാണ്, ഇയാൾ കുറ്റം കൊണ്ടല്ലോ. അപ്പോൾ ഒരു നല്ല കഥ ഒത്തു കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. അങ്ങനെ ദാമോദരൻ മാഷ് ട്രിവാൻഡ്രത്ത് വന്നു, സംസാരിച്ചു. ഈ കഥയുടെ ഏകദേശ രൂപം എന്നോട് പറഞ്ഞു. ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ദാമോദരൻ മാഷ് ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് എഴുതുന്നു, കൂടെ എന്നെ വിളിക്കും, ഞാൻ ചെല്ലും, ഇരുന്ന് സംസാരിക്കുന്നു. ആദ്യം സംസാരിക്കുമ്പോൾ എൻ്റെ ധാരണ ഇതിനു വേണ്ടി ദാമോദരൻ മാഷ് ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻ്റ് ആണെന്നാണ് ഞാൻ ആദ്യം ധരിച്ചത്. സത്യത്തിൽ അന്ന് ഇങ്ങനെ എന്തെങ്കിലും വലിയ സംഭവം വന്നാൽ പത്രത്തിൽ വന്നേ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പത്രത്തിൽ വരുന്നത് തന്നെ ഇന്ന് വരുന്ന ന്യൂസ് നാളെ രാവിലെ വരണമെന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും നമ്മൾ ഈ ന്യൂസ് നമ്മളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പത്രദ്വാര എൻ്റെ ഒരു ഇതിൽ വന്നുപോയ ഒരു ന്യൂസ് അല്ലായിരുന്നു. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്കത് വലിയൊരു കൗതുകം
തോന്നിയ ഒരു സംഭവമാണ്. കാരണം ഈ ജട്ടിയുടെ സൈസ് മാറിപ്പോവുക, അങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും അത് ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ നമ്മളിവിടെ കോടതി സെറ്റിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നിയിരുന്നു. തിയേറ്ററിലും അത് നല്ലൊരു റിസപ്ഷൻ കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു അത്. പിന്നെ അതിൻ്റെ മറ്റ് പല ഘടകങ്ങളും കൊണ്ട് തന്നെയാണ് ആ സിനിമ ആൾക്കാർ ഏറ്റെടുത്തു സക്സസ് ആക്കിയ ഒരു സിനിമയായിരുന്നു അത്. ഇന്നിപ്പോൾ നമുക്ക് മലയാളത്തിൽ ഒരു സിനിമ വന്നാൽ ഇത് ഇന്ന സിനിമയാണെന്ന് ഇതിനു വേണ്ടി ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം തന്നെ അവർ കണ്ടുപിടിച്ച് ഇത് ഇംഗ്ലീഷ് സിനിമയാണ്, ഇത് ചൈനയിൽ നിന്ന് എടുത്തതാണ്, ഇത് കൊറിയയിൽ നിന്ന് എടുത്തതാണ് പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. പക്ഷെ അന്നൊന്നും അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. കാരണം അന്ന് ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് അന്യഭാഷാ സിനിമകൾ കാണുന്ന ആൾക്കാർ കുറവായിരുന്നു. ഈ സിനിമയുടെ ഒരു ത്രെഡിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ കൊച്ചുമോനും സെഞ്ച്വറി രാജു മാത്യു എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതിൽ കൊച്ചുമോൻ്റെ വൈഫ് ഇംഗ്ലീഷ് പടങ്ങൾ കാണുന്ന ഒരാളായിരുന്നു. അപ്പം അവരാണ് ഈ സിനിമ കണ്ടിട്ട് ഒരു നല്ല ത്രെഡാണെന്ന് കൊച്ചുമോനോട് പറയുകയും കൊച്ചുമോൻ അത് ദാമോദരൻ മാഷോട് പറയുകയും അങ്ങനെയാണ് മാഷ് അതിനകത്തൊരു സിനിമയ്ക്കുള്ള വകയുണ്ടെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ഒരു ത്രെഡ് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ഒരു ത്രെഡ് മാത്രമേ മാഷ് എടുത്തിട്ടുള്ളൂ, ആ ബ്ലഡ് മാറിപ്പോകുന്നു എന്നുള്ള സാധനം. ബാക്കിയൊക്കെ ദാമോദരൻ മാഷ് ചെയ്തതാണ്. അദ്ദേഹം ഈ പൊളിറ്റിക്കൽ അത്തരത്തിലുള്ള സിനിമകളുടെ ആളാണ്. മാഷ് ഇങ്ങനെ സിനിമ എഴുതുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാണ്. പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ദാമോദരൻ മാഷ് എന്ന് പറഞ്ഞാൽ വളരെ സരസമായിട്ട് സംസാരിക്കുകയും ഹ്യൂമർ ഒത്തിരി ആസ്വദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മാഷ് എഴുതാൻ സാധിക്കും. അതിനു മുമ്പ് എൻ്റെ ഗുരുനാഥനായ ഹരിഹരൻ സാറിന് വേണ്ടി അദ്ദേഹം ഒരു സിനിമ, പ്രേംനസീറിൻ്റെ ഒരു സിനിമ എഴുതിയിട്ടുണ്ട് നസാറിന് വേണ്ടി, ഒരു കോമഡി സിനിമ. എനിക്ക് അത് കഴിഞ്ഞ് പുള്ളി എഴുതുന്ന കോമഡി സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ആനവാൽ മോതിരം തന്നെയായിരിക്കും. അപ്പോൾ പുള്ളിക്ക് അതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മാഷ് ഒരുപാട് പരന്ന വായനയുള്ള ഒരാളാണ് മാഷ്. കാരണം നമ്മുടെ കേരളത്തിലെ കാര്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, പുറത്തുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയം, അവിടുത്തെ പിന്നെ സ്പോർട്സ്, ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളും അത് അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ് മാഷ്. അതുകൊണ്ട് മാഷ കൂടെ നമുക്ക് കുറേ ദിവസം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ ദാമോദരൻ മാഷയുടെ നഷ്ടമൊക്കെ വലിയ ഒരു വേദനയായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്ര അടുപ്പമുണ്ടായിരുന്നു മാഷ് എൻ്റെ എനിക്ക്. ഈ സ്ക്രിപ്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഫുൾ സ്ക്രിപ്റ്റായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വായിച്ച് കേൾക്കുമ്പോഴും ഈ ജട്ടി എപ്പിസോഡെന്ന് പറയുന്നത് ഇതിങ്ങനെ ഇവിടെ ഒരു വലിയൊരു സംഭവം നടന്നതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനു വേണ്ടി ദാമോദരൻ മാഷ് മറ്റുള്ളത് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണെന്നാണ് ഞാൻ ആദ്യം ധരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ദാമോദരൻ മാഷ് പറയുമ്പോഴാണ് ഇതിങ്ങനെ ഇവിടെ നടന്നൊരു സംഭവമാണെന്ന് അറിയുന്നത്. എന്തെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇന്നാണെങ്കിൽ അറിയും, അന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അറിയാനുള്ള മാർഗ്ഗങ്ങളുടെ കുറവായിരുന്നുള്ളതാണ്. പത്രത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ, ന്യൂസിലൊന്നും കാണാൻ പറ്റില്ല. പത്രത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് അന്ന് ഇന്ന് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് ഈ ജട്ടിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ആ ജട്ടിയുടെ കാര്യം കുറച്ച് വൈറലായതുകൊണ്ട് ഞാൻ ജട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ ജട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജട്ടി ബ്ലൂ തന്നെ വേണം എന്ന് മാഷ് നിഷ്കർഷിച്ചിരുന്നു. അത് തന്നെ വേണം, ബ്ലൂ വേണം. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതെന്തിന് ജട്ടി ബ്ലൂ തന്നെ ആവണം, എനിക്ക് ആ ബ്ലൂ കളർ എത്ര വലിയ ഇഷ്ടമുള്ള കളറൊന്നും തരാം, ഇതെന്തിന് മാഷ് ഈ ഒരു കളർ അല്ല ബ്ലൂ തന്നെ വേണം. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഒറിജിനൽ അതിലുണ്ടായിരുന്ന അയാൾ ഇട്ട് വന്ന ജട്ടി ബ്ലൂ കളറാണെന്ന്. അപ്പോൾ മാഷ അത്രത്തോളം ആ കേസിലൊക്കെ ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടാണത് എഴുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്തുമാത്രം ആഴത്തിലാണ് ഈ റൈറ്റേഴ്സ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ സമയത്ത് അത് ഓർത്തു പോവാണ്. ഇപ്പോൾ ശ്രീനിവാസനാണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനിവാസൻ അന്ന് ആക്ഷേപഹാസ്യങ്ങൾ ഒക്കെ എഴുതി അങ്ങനെ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന ഒരു ആളല്ലേ, എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും ആക്ടർ എന്നുള്ള നിലയ്ക്കും. അപ്പോൾ ഇത് എഴുതിയിട്ട് ശ്രീനിവാസന് വായിക്കാൻ കൊടുക്കണം. ശ്രീനിവാസന് വായിക്കാൻ കൊടുത്തു. ഇനിയിപ്പം അദ്ദേഹം എന്തെങ്കിലും തിരുത്തലുകൾ പറയുമോ ദാമോദരൻ മാഷ് എഴുതി, കാരണം ദാമോദരൻ മാഷുടെ ഏരിയ അല്ലല്ലോ കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തു. അദ്ദേഹം ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇരുന്ന് വായിച്ചു. വായിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും പുള്ളി എന്തെങ്കിലും കൊനിഷ്ഠ പറഞ്ഞാലോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക്. ദാമോദരൻ മാഷും ശ്രീനിവാസനും ഒക്കെ നല്ല അടുത്ത ബന്ധമാണ്.
എങ്കിലും ഒരു പ്രൊഫഷണൽ ഇത് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ശ്രീനി? എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും തിരുത്തലുകൾ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു തിരുത്തലും അതിനകത്ത് പറഞ്ഞില്ല. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അയാൾക്ക് തോന്നി, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് സിനിമ ഇറങ്ങി കുറേ കാലം, എന്തിന് കുറേ കാലം, ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് ശ്രീനിവാസനാണ് ആനവാല് മുതലേ എഴുതിയെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോഴുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് മാറിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പുതിയ സംഭവമൊക്കെ വൈറലാകുമ്പോഴെങ്കിലും അത് മാറിക്കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർട്ടിസ്റ്റുകളിലേക്ക് നമ്മൾ എത്തുന്നതെന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ നമുക്ക് അദ്ദേഹം ശ്രീനിവാസൻ, പിന്നെ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പറഞ്ഞ SI ക്യാരക്ടർ, അതിന് നമ്മൾ പല ആൾക്കാരെയും നോക്കിയിരുന്നു കേട്ടോ. സത്യത്തിൽ അതിന് ശേഷമാണ് നമ്മൾ സുരേഷ് ഗോപിയിൽ എത്തിപ്പെടുന്നത്. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പം തന്നെ ദാമോദരൻ മാഷ് ഉണ്ട്, കൊച്ചുമോനുണ്ട്. പക്ഷേങ്കിലും ഈ പല ക്യാരക്ടേഴ്സും വായിക്കുമ്പോൾ നമ്മൾ അനുഭവ സമ്പത്ത് കൊണ്ടും അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ ഒരു പ്രൊഡ്യൂസർ കൊച്ചുമോനൊക്കെ കൃത്യമായിട്ട് മാഷ നമുക്ക് ഇന്നാലിട്ടാലോ എന്ന് പറയുന്നത് അത് കറക്റ്റായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അവരുടെയൊക്കെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർ ഒരുപാട് സിനിമകൾ എടുക്കുന്നു, ഒത്തിരി വലിയ വലിയ സംവിധായകരോട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഒരു പരിജ്ഞാനം എന്ന് പറഞ്ഞതേ അത് വളരെ വലുതായിരുന്നു. അതൊക്കെ നമുക്ക് ഈ സിനിമയിൽ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ സിനിമ കണ്ട ആൾക്കാർ നമ്മളെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്നെ തിരിച്ചറിയുമ്പോൾ എന്നോട് സിനിമ കണ്ടിരുന്നു, നന്നായിട്ടുണ്ട് എന്ന് എന്നോട് പറയുന്ന ആൾക്കാരുണ്ട് അന്നത്തെ കാലത്ത്. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഈ ക്ലിപ്പ് ഇറങ്ങിയതിന് ശേഷം, ഈ ജട്ടിയുടെ ക്ലിപ്പ് ഇറങ്ങിയതിന് ശേഷം സത്യത്തിൽ അന്ന് കണ്ടതിനേക്കാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സിനിമ കണ്ടു, ഇത് പണ്ട് ഇത് സാർ ചെയ്തതാണെന്ന് അറിയുന്നതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ അതിൽ GSP എന്നുള്ള പേരുള്ളതുകൊണ്ടാണ് അറിയുന്നത്. അപ്പോൾ ഇന്ന് കൂടുതൽ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ജട്ടി എപ്പിസോഡിന് കിട്ടുന്നതിനേക്കാൾ അതിഭയങ്കരമായ പോപ്പുലാരിറ്റിയാണ് ഇന്ന് അതിന് കിട്ടിയിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അന്ന് സിനിമ മാത്രം ആൾക്കാർ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും TV വരുമ്പോൾ, TV എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇത്രയും ചാനലൊന്നും ഇല്ലല്ലോ, ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ സോഷ്യൽ മീഡിയയില്ല. അതുകൊണ്ട് തന്നെ അന്ന് കിട്ടിയിരുന്ന പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് 100-ൽ 2 പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. അത്രത്തോളം സോഷ്യൽ മീഡിയ നമുക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയ ഭയക്കേണ്ടതാണ്, സന്തോഷിക്കേണ്ടതുമാണ്.